ഉറപ്പായിട്ടും എല്ലാ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ആര്യൻ അധിനിവേശം അല്ലെങ്കിൽ ആര്യൻ മൈഗ്രേഷൻ തിയറിയൊക്കെ കേട്ട് കാണും അല്ലേ? അതായത് യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ പേർഷ്യയിൽ നിന്നോ സെൻട്രൽ ഏഷ്യയിൽ നിന്നോ ഒക്കെ കുറെ ആളുകൾ ഇന്ത്യയിലേക്ക് ആദ്യം പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്നത് ഇവിടെ വന്ന് ആക്രമണം നടത്തി ഇൻഡസ് വാലി സിവിലൈസേഷനെ തകർത്തിട്ട് ഇവിടെ സെറ്റിൽഡ് ആയി എന്നായിരുന്നു. പിൽക്കാലത്ത് അത് പൊളിഞ്ഞപ്പോ പിന്നെ പറയാൻ തുടങ്ങിയത് ആര്യൻ മൈഗ്രേഷൻ തിയറി എന്നാണ്. എന്ന് വെച്ചാൽ അവര് പതിയെ പതിയെ കുതിരകളും രഥങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ സെറ്റിൽഡായി, ഇവിടെ താമസിച്ച്, ഇവിടെ നിന്നുകൊണ്ട് അവര് വേദങ്ങളൊക്കെ ഉണ്ടാക്കി, സംസ്കൃതം ഉണ്ടാക്കി, അവര് ഇന്ത്യയിൽ അധിനിവേശം നടത്തി എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം എല്ലാവരും കേട്ടാണില്ലേ? പച്ച കള്ളമാണെന്ന് മാത്രമല്ല, യഥാർത്ഥ സത്യം നിങ്ങൾക്കറിയണ്ടേ? യഥാർത്ഥത്തിൽ എന്തായിരിക്കാം സംഭവിച്ചത് എന്നറിയണ്ടേ? വേദങ്ങളിൽ പറയുന്ന രുദ്രൻ അല്ലെങ്കിൽ പശുപതി ശരിക്കും ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ദൈവമാണ് എന്നതിന് ചരിത്രപരമായ തെളിവുണ്ട്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്. പശുപതിയുടെ സീല് ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ പശുപതിയെക്കുറിച്ച്, രുദ്രനെക്കുറിച്ച് കൃത്യമായിട്ട് വേദങ്ങളിൽ, വിശേഷിച്ച് ഋഗ്വേദത്തിൽ പരാമർശവുമുണ്ട്. അതിൽ നിന്ന് തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനും വേദങ്ങൾ ഉണ്ടായ കാലഘട്ടം, വേദിക് കാലഘട്ടവും രണ്ടും രണ്ടല്ല എന്നും ഇൻഡസ് വാലി സിവിലൈസേഷന്റെ തുടർച്ചയായിരുന്നു വേദിക് കാലഘട്ടം എന്നതും നിസാരമായിട്ട് തന്നെ തെളിഞ്ഞ കാര്യമാണ്. പക്ഷെ എന്നാലും ആര്യൻ അധിനിവേശ തിയറി പറയുന്നവര് DNA സ്റ്റഡീസിന്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ സത്യം എന്താണെന്ന് അറിയണ്ടേ? അവിടെ നിന്ന് ഇങ്ങോട്ട് മനുഷ്യർ വന്നിട്ടുണ്ടാവും, സ്വാഭാവികമല്ലേ? അക്കാലത്ത് ഇന്ത്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ അതിരുകളല്ലല്ലോ. അത് ഇന്നത്തെ മധ്യ ഏഷ്യയും, അതായത് ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും ഒക്കെ അടങ്ങുന്ന മധ്യ ഏഷ്യയും മിഡിൽ ഈസ്റ്റും അതോടൊപ്പം യൂറോപ്പും വരെയൊക്കെ വ്യാപിച്ചു കിടന്ന ചരിത്രമുണ്ട് അതിന്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ സാമ്രാട്ടുകളുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഈജിപ്തിലും ഇസ്രയേലിലും യൂറോപ്പിലും അടക്കം വലിയ സ്വാധീനം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടുമൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടാവാം. പക്ഷേ ഈ അധിനിവേശ തിയറി തെറ്റാണെന്ന് പറയുന്നത് അതുകൊണ്ടൊന്നും മാത്രമല്ല. ലളിതമായി തന്നെ പറഞ്ഞുതരാം. ആദ്യം, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പേരാണ് ജിപ്സി എന്ന് പറയുന്നത്. നമ്മളൊരു വാഹനത്തിന്റെ പേരാണ് ജിപ്സി. എന്നാൽ ജിപ്സി എന്ന് പറയുന്നത് മറ്റൊന്നുകൂടിയാണ്. റൊമാനി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മനുഷ്യ സമൂഹത്തെക്കുറിച്ച് നമ്മൾ അധികം കേട്ട് കാണില്ല. റൊമാനിയ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേട്ട് കാണും, റോമിനെ കുറിച്ച് കേട്ട് കാണും. എന്നാൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള റൊമാനി ജനതയെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം? ലോകത്തിലെ തന്നെ ഏറ്റവും സവിശേഷമായ ചരിത്രവും സംസ്കാരവുമുള്ള ഒരു ജനവിഭാഗമാണ് റൊമാനി ജനത എന്ന് പറയുന്നത്. ഇവരാരാണെന്നറിയാമോ? നൂറ്റാണ്ടുകളായിട്ട് യൂറോപ്പിലും അമേരിക്കയിലുമായിട്ട് ചിതറിക്കിടക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തവരാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ജനവിഭാഗമാണ്. ഏതാണ്ട് 1000, 1500, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറോട്ടാണ് പലായനം ചെയ്യുന്നത്. ഇവര് ശരിക്കും ജീവിച്ചിരുന്നതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്നത്തെ നമ്മുടെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ഇവര് ഏറ്റവും അധികം കുടിയേറുന്നത് 10ാം നൂറ്റാണ്ടിനും 11ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇവര് യൂറോപ്പിലേക്ക് എത്തുന്നത്. ഇവര് സംസാരിക്കുന്ന റൊമാനി ഭാഷ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിലെ സംസ്കൃതത്തോടും പഞ്ചാബിനോടും വളരെ സാമ്യമുള്ള ഭാഷയാണ് റൊമാനി ഭാഷ. ചുരുക്കത്തില് ഇവരിന്ന് യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട ജനവിഭാഗമാണ്. ഇവർ ഇന്ത്യയിൽ നിന്ന് പോയവരുമാണ്. പക്ഷെ അടുത്ത എല്ലാവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംശയം, 10ാം നൂറ്റാണ്ടിൽ ഇവർ പോയി എന്ന് പറയുമ്പോൾ 1000, 1500 വർഷം മുമ്പത്തെ കാര്യമൊക്കെ അല്ലേ? പക്ഷെ നമ്മുടെ ഈ ആര്യൻ അധിനിവേശ തിയറി എന്ന് പറയുന്നത് 3000 വർഷവും 2000 വർഷവും 4000 വർഷവും മുമ്പൊക്കെ ആര്യന്മാർ ഇങ്ങോട്ട് വന്നു എന്നാണല്ലോ. എന്നാൽ അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ഈ റൊമാനി ജനതയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് ഒരു പക്ഷേ ഈ വലിയൊരളവിൽ അവസാനമായി നടത്തിയ ഒരു കുടിയേറ്റം എന്ന നിലയ്ക്കാണ് ഈ റൊമാനി ജനത. അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് കാലാകാലങ്ങളിൽ കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ചെറിയ തോതിലാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലടക്കം കുടിയേറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റൊമാനി ജനത ഒരു വലിയ ജനവിഭാഗമായിരുന്നു. അവർ വലിയൊരളവിലാണ് അങ്ങോട്ട് കുടിയേറിയത്. അത് ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് നടന്ന കുടിയേറ്റങ്ങളിൽ ഏതാണ്ട് ഒരു അവസാന കാലഘട്ടത്തിൽ നടന്ന കുടിയേറ്റമായി കാണാം. എന്നാൽ അതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ കുടിയേറ്റം അല്ലെങ്കിൽ പലായനം ഉണ്ടായിട്ടുണ്ട്. ചരിത്രകാരന്മാര് കണ്ടെത്തിയതനുസരിച്ച് ഇൻഡോ യൂറോപ്യൻ ഭാഷാബന്ധം ആദ്യം അവർ കരുതിയത് അവരുടെ ഭാഷകളിൽ നിന്നാണ് ഇന്ത്യൻ ഭാഷകൾ രൂപപ്പെട്ടത് എന്നാണ്. അവരെപ്പോഴും ഈ വെള്ളക്കാരന്റെ ഒരു തോന്നൽ അവരാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യരെന്നായിരുന്നു. കാരണം ഇവർ ഇന്ത്യയിലേക്ക് എത്തുന്ന ആ ഒരു 15ാം നൂറ്റാണ്ട്, 16ാം നൂറ്റാണ്ട്, 17ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് അന്ന് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസ് കുറെ കൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷനായി മാറിയ സമയമാണ്. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ തനതായ കൾച്ചറൊക്കെ 12ാം നൂറ്റാണ്ട്, 13ാം നൂറ്റാണ്ടോട് കൂടിയൊക്കെ ഏറെക്കുറെയൊക്കെ അങ്ങ് അസ്തമിച്ചു. പിന്നെ ഇസ്ലാമിക് അധിനിവേശം ഇന്ത്യയിലേക്ക് വരികയാണ്. പിന്നെ ഒരു മിക്സഡ് കൾച്ചറായി.
ഇന്ത്യൻ തനത് കൾച്ചറിലേക്ക് ഇസ്ലാമിക് കൾച്ചർ കൂടി വന്നിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത്. അതിൽ തന്നെ അധിനിവേശങ്ങൾ കാരണം പല നാടുകളും വളരെ എന്താ പറയാ ദരിദ്രമായി തീർന്നു, വളരെയധികം പിന്നോട്ട് പോയി. അപ്പം ബ്രിട്ടീഷുകാർ കരുതുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ അവരാണെന്നും ഇന്ത്യയിലെ പല നാടുകളും അപരിഷ്കൃതമായ നാടുകളായിട്ടുമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. 10,000-2000 കൊല്ലം മുമ്പ് വരെ ലോകത്ത് വളരെ വിശാലമായി നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നുവെന്നും പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയതാണെന്നും മനസ്സിലാക്കാനൊന്നും അവർ ശ്രമിച്ചില്ല. പകരം അവരായിരുന്നു ലോകത്തിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ എന്ന ഒരു ധാരണയിലാണ് അവർ മറ്റുള്ള നാടുകളെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് ആദ്യം അവർ കരുതിയത് ഈ യൂറോപ്യൻ ലാംഗ്വേജിൽ നിന്നാണ് ഇന്ത്യൻ ലാംഗ്വേജ് വന്നത് എന്നാണ്. പിൽക്കാലത്ത് നടന്ന പല പഠനങ്ങളിലും യൂറോപ്യൻ ലാംഗ്വേജുകളെക്കാൾ കൂടുതൽ പഴക്കം പല ഇന്ത്യൻ ഭാഷകൾക്കും, വിശേഷിച്ച് സംസ്കൃതത്തിനും തമിഴിനുമൊക്കെ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഈ അധിനിവേശ തിയറികളും പിന്നെ മൈഗ്രേഷൻ തിയറികളും പിന്നെ ഒരു പൊതു പൂർവികനിൽ നിന്ന് വന്നു എന്ന തിയറികളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചത്. യഥാർത്ഥ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 4000-5000 വർഷങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും ജനവിഭാഗങ്ങൾ യൂറോപ്പിലേക്കാണ് കുടിയേറിയത്. ഇന്ന് യൂറോപ്പിൽ സംസാരിക്കുന്ന മിക്ക ഭാഷകൾക്കും, വിശേഷിച്ച് ഇംഗ്ലീഷ്, ജർമ്മൻ, ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകൾക്ക് സംസ്കൃതവുമായിട്ടുള്ള സാമ്യത്തിന് കാരണം അവിടുന്ന് അവർ ഇങ്ങോട്ട് വന്നതുകൊണ്ടായിരുന്നില്ല. മറിച്ച് മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നുമുള്ള കുടിയേറ്റം അങ്ങോട്ടേക്ക് ഉണ്ടായതുകൊണ്ടാണ്. ക്രിസ്തുവിന് മുമ്പ് 2500 തന്നെ, അതായത് ക്രിസ്തു ജനിക്കുന്നതിനും 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിന്ധു നദീതട നിവാസികൾ കടൽ മാർഗവും കരമാർഗവും പടിഞ്ഞാറൻ ഏഷ്യയിലേക്കും, അതായത് ഇന്നത്തെ ഇറാഖ്, സിറിയ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് മെഡിറ്ററേനിയൻ തീരങ്ങളിലേക്കും സഞ്ചരിച്ചിരുന്നു. അവരിൽ പലരും അവിടെ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് സ്ഥിരതാമസമാക്കുകയും പിന്നീട് അവിടെ സെറ്റിൽഡ് ആവുകയും ചെയ്യാണ്. മെസപ്പൊട്ടോമിയൻ രേഖകളിൽ മെലൂഖ എന്നറിയപ്പെടുന്ന ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ച് സൂചനകളുമുണ്ട്. എന്ന് വെച്ചാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ വളരെ വലുതായിരുന്നു. ആ ഇൻഡസ് വാലി സംസ്കാരം പിന്നീട് യൂറോപ്പിലേക്ക് വരെ, അവിടെ നിന്നുള്ള മനുഷ്യർ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് മാത്രം എത്തുകയല്ല ചെയ്തത്, അവർ മിഡിൽ ഈസ്റ്റിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള ആളുകളും യൂറോപ്പിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ 10, 3000, 4000 വർഷം മുമ്പ് തന്നെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് പോവുകയും അവിടെ സെറ്റിൽഡ് ആവുകയും ചെയ്തതിന്റെ ഫലം കൂടിയാണ് യൂറോപ്യൻ ഭാഷകളിലുള്ള സംസ്കൃതത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഇന്ത്യയിലേക്കുള്ള അധിനിവേശത്തിന് ശേഷം ധാരാളം ഇന്ത്യൻ തത്വചിന്തകരും വൈദ്യന്മാരും ഗ്രീസിലേക്കും റോമിലേക്കും പോയിട്ടുണ്ട്. ബുദ്ധമത സന്യാസിമാർ അശോക ചക്രവർത്തിയുടെ കാലത്ത് ഗ്രീക്കിലേക്കും ഇസ്രായേലിലേക്കും ഈജിപ്തിലേക്കും വരെ പോയതിനെ കുറിച്ചും ചരിത്രരേഖകളുണ്ട്. റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലത്ത് ഇന്ത്യയും റോമും തമ്മിൽ ശക്തമായ കച്ചവട ബന്ധവും ഉണ്ടായിരുന്നു. കേരളത്തിലെ മുസിരിസ് പോലുള്ള തുറമുഖങ്ങളിൽ നിന്ന് കുരുമുളകും ആഭരണങ്ങളും കയറ്റി അയച്ചിരുന്നു. ഈ വ്യാപാര സംഘങ്ങളോടൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരും കപ്പൽ ജീവനക്കാരും അലക്സാൻഡ്രിയ വഴിയും മറ്റും യൂറോപ്പിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അതായത് ഈ യൂറോപ്യൻസ് പറയുന്ന ആര്യൻ ഇൻവേഷൻ തിയറി അല്ലെങ്കിൽ ആര്യൻ മൈഗ്രേഷൻ തിയറി ഉണ്ടല്ലോ, അതിന് നേരെ വിപരീതമായിട്ട് മറ്റൊരു തിയറിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഔട്ട് ഓഫ് ഇന്ത്യ തിയറി അല്ലെങ്കിൽ OIT എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഔട്ട് ഓഫ് ഇന്ത്യ തിയറി എന്താണെന്ന് അറിയാമോ? ഈ വാദമനുസരിച്ച് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജന്മദേശം വടക്കേ ഇന്ത്യയാണ്. ഇവിടെ നിന്ന് ഇവർ പല കാലഘട്ടങ്ങളിലായിട്ട് പടിഞ്ഞാറോട്ടും വടക്കോട്ടും സഞ്ചരിക്കുകയും ഇറാൻ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. അതായത് സിന്ധു നദീതട നാഗരികതയുടെ തകർച്ചയ്ക്ക് ശേഷം ജനങ്ങൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് മാത്രമല്ല യൂറോപ്പിലേക്കടക്കം കുടിയേറി എന്നതാണ് ഔട്ട് ഓഫ് ഇന്ത്യ തിയറി പറയുന്നത്. സംസ്കൃതവും യൂറോപ്യൻ ഭാഷകളും തമ്മിലുള്ള അസാധാരണമായ സാമ്യവും ഇതിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്കൃതം ഇൻഡോ യൂറോപ്യൻ ഭാഷകളുടെ എല്ലാം മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഋഗ്വേദത്തില് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള പരാമർശം വളരെ കുറവാണ്. ഋഗ്വേദം എന്ന് പറയുന്നത് ഏകദേശം 3500-4000 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഒന്നാണ്. അത് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഒരു ഗ്രന്ഥമാണ്, ഒരു സാഹിത്യമാണ്. അപ്പൊ ഋഗ്വേദത്തില് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളെ കുറിച്ച് പരാമർശങ്ങൾ കുറവാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഋഗ്വേദം എഴുതിയ കാലഘട്ടത്തിലെ മനുഷ്യർ യൂറോപ്പിൽ നിന്ന് വന്നവരല്ല എന്നുകൂടിയാണ് അത് അർത്ഥമാക്കുന്നത്. മറിച്ച് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന മനുഷ്യരാണ്. അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് വേദിക് കാലഘട്ടം രൂപപ്പെടുന്നത്. എന്നാൽ ഋഗ്വേദം രചിക്കപ്പെട്ടതിന് ശേഷമായിരിക്കണം ഇന്ത്യയിൽ നിന്ന് കൂടുതൽ മൈഗ്രേഷൻ യൂറോപ്പിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ഉണ്ടായിരിക്കുക. കാരണം ഋഗ്വേദം രചിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ആ ഋഗ്വേദം പരിശോധിക്കുകയാണെങ്കിൽ അതിലെ നദികൾ, ഭൂപ്രകൃതി ഇതെല്ലാം തന്നെ
ഇന്ത്യൻ കോണ്ടിനെന്റുമായി ബന്ധപ്പെട്ടവയായിരുന്നു. യൂറോപ്പിൽ നിന്ന് വന്നിരുന്നവരായിരുന്നു ഋഗ്വേദം എഴുതിയതെങ്കിൽ ഒരിക്കലും അവർ ഇന്ത്യയിലെ മാത്രം പ്രദേശങ്ങളെ ഉൾക്കൊള്ളിക്കില്ല. അവരുടെ ജന്മദേശത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ അതിൽ ഉണ്ടാകേണ്ടതാണല്ലോ, എത്ര തലമുറകൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ആകില്ല സംഭവിച്ചത്. അതായത് ഈ അധിനിവേശ തിയറികളെല്ലാം പച്ചക്കള്ളമായിരുന്നു. കുടിയേറ്റം എന്ന് പറയുന്നത് അക്കാലത്ത് നടന്നിരുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് നടക്കുന്നത് പോലെ തന്നെ അക്കാലത്തും നടന്നിരുന്നു. അതൊരു അധിനിവേശമോ യുദ്ധമോ ആയി കാണേണ്ടതില്ല. മധ്യേഷ്യയിലെ പുൽമേടുകളിൽ നിന്ന് ദീർഘകാലം കൊണ്ട് നടന്ന ഒരു കുടിയേറ്റമായിരുന്നു. എന്നാൽ യൂറോപ്യൻസിന് അത് സമ്മതിച്ചു തരാൻ ഒട്ടും മനസ്സില്ല എന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങോട്ട് വന്നു എന്ന തിയറിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നത്. എന്നാൽ റൊമാനി ജനതയുടെ കാര്യത്തിൽ പക്ഷെ അവർക്ക് തർക്കിക്കാൻ കഴിയില്ല. കാരണം അതിൽ കൂടുതൽ എവിഡൻസുകൾ ഓൾറെഡി ഉണ്ട്. പ്രത്യേകിച്ച് അതൊരു AD 500 1000 കാലഘട്ടത്തിൽ നടന്നതായതുകൊണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്നുണ്ടായ മറ്റു കുടിയേറ്റങ്ങൾ 3000 2000 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായതുകൊണ്ട് അത് തെളിയിക്കുക അത്ര എളുപ്പമല്ല. മാത്രമല്ല ഒരുപാട് അധിനിവേശങ്ങൾ നടന്നു. ഇന്ത്യയിലെ ചരിത്ര രേഖകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. ഗ്രീക്കിലും മറ്റുമൊക്കെ അവരുടെ ചരിത്ര രേഖകൾ സൂക്ഷിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം കണ്ടെത്തലുകളെല്ലാം നമ്മുടെ സർവകലാശാലകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഖിൽജിയെ പോലെയുള്ള ക്രൂരന്മാരായിട്ടുള്ള അധിനിവേശക്കാർ, ഭരണാധികാരികൾ അതിനെ നശിപ്പിച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് നമുക്കത് തെളിയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ ആര്യൻ എന്ന പദം പലരും ഇറാനുമായിട്ട് ചേർത്ത് പറയുന്നുണ്ടല്ലോ. ഇറാനൊക്കെ ഒരു കാലത്ത് വിശാലമായ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്നതാണ് ആദ്യം പറയേണ്ട കാര്യം. ആര്യ എന്ന പദം ആദ്യമായിട്ടുണ്ടാവുന്നത് ഋഗ്വേദത്തിലാണ്. ഋഗ്വേദം എന്ന് പറയുന്നത് 3000-4000 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഒന്നാണ്. അവിടെ ഒരു വംശത്തെ അല്ല ആര്യ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്, മറിച്ച് സംസ്കാരത്തെയും ജീവിത രീതിയെയുമാണ്. വേദങ്ങൾ അംഗീകരിക്കുന്ന, യജ്ഞങ്ങൾ നടത്തുന്ന, മാന്യമായി ജീവിക്കുന്ന വ്യക്തി എന്നാണ് ആര്യ എന്ന വാക്കിന്റെ അർത്ഥം. ഋഗ്വേദത്തിൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മുതൽ ഗംഗാതടം വരെയുള്ള സപ്ത സിന്ധു മേഖലകളെ കുറിച്ച് പറയുന്നുണ്ട്. 7 നദികളുടെ നാട് ആര്യാവർത്തം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ട് ആര്യ എന്ന പ്രയോഗം ഉണ്ടാവുന്നത് വേദങ്ങളിലായതുകൊണ്ട് തന്നെ അവിടെ ഏത് അർത്ഥത്തിലാണോ ആര്യ എന്ന ആ ഒരു അർത്ഥം എടുത്തിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം. പിൽക്കാലത്തുള്ള വ്യാഖ്യാനങ്ങൾക്ക് പ്രസക്തിയില്ല. ആര്യ എന്നത് ഭാഷാപരവും സാംസ്കാരികപരവുമായ ഒരു സ്വത്വമാണ് വേദങ്ങളിൽ. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ ചരിത്രകാരന്മാരാണ് ഇതിനെ ഒരു വെള്ളക്കാരൻ വംശമായിട്ട് ചിത്രീകരിക്കുന്നത്. അത് ഹിറ്റ്ലറിനെ പോലെയുള്ളവർ ദുരുപയോഗം ചെയ്തു. യഥാർത്ഥത്തിൽ ഒരേ സംസ്കാരം പേറുന്ന മനുഷ്യരെയാണ്, അല്ലെങ്കിൽ നാടിനെ മൊത്തത്തിൽ നമുക്ക് ആര്യാവർത്തം എന്ന് പറയുന്ന ഒരു നാടാണ്. അവിടെയുള്ള മനുഷ്യർ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന അർത്ഥത്തിലാണ് ആര്യദേശം അല്ലെങ്കിൽ ആര്യാവർത്തം എന്നൊക്കെ പറയുന്നത്. ആര്യ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, വേദങ്ങൾ അംഗീകരിക്കുന്ന, യജ്ഞങ്ങൾ നടത്തുന്ന, മാന്യമായി ജീവിക്കുന്ന വ്യക്തി. അത്തരം ആളുകൾ ഉള്ള നാടിനെയാണ് ആര്യ ദേശം അല്ലെങ്കിൽ ആര്യാവർത്തം എന്ന് വിളിച്ചിരുന്നത്. അത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചേർത്ത് അങ്ങനെ വിളിക്കാം. അതല്ലാതെ ഇത് പിൽക്കാലത്ത് ദുർവ്യാഖ്യാനിക്കപ്പെട്ടതുപോലെ അല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.